സോ പറയാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളി ഇത്ര വർഷമല്ലടാ നമ്മളെല്ലാരും കളിക്കാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യമല്ലേ. ഇതിനൊക്കെ ഇനി ഇപ്പൊ നിനക്കൊക്കെ എന്റെ കൊമ്പുട്ടോടാ പറഞ്ഞല്ലാരെ നിന്നെയൊക്കെ രണ്ടായിട്ട് നമ്മൾ പിടിച്ച് വലിച്ചു കീറിയിടും കേട്ടോ. പപ്പൻ ഞാനിത് ഒരാഴ്ചയിൽ ലെവൽ 30 ആക്കി കാണിച്ചാലോ. അല്ല ഞാൻ ഒരാഴ്ച കൊണ്ട് ലെവൽ 30 ആക്കിയാൽ നിങ്ങൾ എല്ലാരും കൈൻഡ് ചെയ്യോ? ഡിസംബർ 14-ന് 70 കോടി വെച്ച് ഒരാൾ എനിക്ക് തരണം. അണ്ണ നെക്ക് ഓടിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല 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 ഇല്ല. സെക്കൻഡ് ഓ സാബ് ഗുരു എടാ നമ്മള് ഈ സസ്പെൻഷൻ മേടിച്ചതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ സാബ് ഗുരുവിന് ബാക്ക് ചെയ്യാനും പറ്റിയില്ല. ആള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിസിനസ് നമ്മള് ബാക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാണ് നമുക്ക് കണ്ണി. അവ നമുക്ക് നമ്മളിപ്പോ വരാത്തോണ്ട് പുള്ളിക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. തീരുമാനിച്ച ഒരു ഇതായതുകൊണ്ട് എല്ലാരും അറിയിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് മിനിറ്റിലാണ് എല്ലാരോടും പറഞ്ഞെന്ന് അറിയാം. എന്നാലും അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ വാ. എന്താ ജനഗണ പാടുന്ന ബാബുടെ എനിക്ക് അവിടെ കട്ടായി പറഞ്ഞ എന്താണ് ഇപ്പൊ പറഞ്ഞേ? എന്താ ബാബു അറ്റൻഷനിലൊക്കെ നിക്കണം ഇവിടെ. ഈ ഷൗട്ട് ഇടുന്ന എങ്ങനെയായിരുന്നു ഇതിനകത്ത്? ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് അങ്ങനെ ഒരു ബട്ടൺ ഇല്ലടാ. തത്സമയത്തിൽ അൺമ്യൂട്ട് ആവാറുണ്ടാ ഇടക്കിടക്ക്? ഇല്ല അതിന്റെ മൗസിന്റെ കർസർ അങ്ങോട്ട് പോകുന്നോണ്ടാ. ആണല്ലേ? ശ്രദ്ധിക്കണേ ചന്ദ്ര, ശ്രദ്ധിക്കണേ 5 5 5 5 ശ്രദ്ധിക്കണേ. 5 അപ്പൊ അണ്ണാ ഇത്ര എല്ലാരും വന്നാ? വന്നു. ഓക്കെ, അപ്പൊ അണ്ണൻ പറഞ്ഞോളൂ ബാക്കി ഞാൻ ഇതാക്കിയോളാം. അല്ല ഒരാളോട് വരാനുണ്ട്. നീ ഇനി ഇവിടുന്ന് ഇടയ്ക്ക് പോവല്ലേ, ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ആനന്ദ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദി മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ആനന്ദ് ബ്രോ, താങ്ക് യു. നീ പറഞ്ഞു തുടങ്ങിക്കോ ബാക്കി എനിക്ക് സംസാരിക്കാൻ വയ്യ ഒരുപാട്. അപ്പോ ഗൈസ്, പറയാനുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ നാളെ തൊട്ട് നമ്മുടെ ഗ്യാങ്ങിന്റെ ഇത് മാറുവാണ്, ബാൻ മാറുവാണ്. സോ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട്. ഗ്യാങ്ങിൻ്റെ ആണെങ്കിലും എല്ലാവരും കയറുന്ന ടൈമിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. സോ പറയാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളിയുടെ നിലവാരം കുറച്ച് താഴോട്ടാണ് ഇപ്പോൾ പോണത്. ലോലം വന്നാടാ? ലോലം വരത്തില്ല, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു വെളിയില്. ഓക്കെ അപ്പൊ ലോലം വന്നിട്ട് സംസാരിക്കാം അവളെ പറ്റി. നമ്മുടെ വള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് നല്ല വള്ളികൾ ആണ് ഇനി നമ്മൾ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മറ്റേ കലിപ്പുള്ളവന്മാരുടെ അടുത്തായാലും വള്ളി എടുക്കുമ്പോൾ നന്നായിട്ട് വള്ളി എടുക്കുക. അത് ഒരു സമയം വരെ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും താഴോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. നല്ല അക്കൗണ്ട്. ഇല്ല, കണ്ണാപ്പിക്ക് ഇപ്പൊ RP പ്ലേയേഴ്സ് ആണ്. ആര് തത്സമയം ഇട്ടാലും അവിടെ പോയിട്ട് കണ്ണാപ്പി RP 100 ഒന്ന് സ്പാം ചെയ്യാൻ വേണ്ടി ഒരു 100 എച്ച് പട്ടികൾ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അതെ, പ്രത്യേകം ഇപ്പൊ കണ്ണാപ്പിര് എന്ത് കേസ് ചോദിക്കണമെങ്കിലും നമ്മള് നീഗനെ നോക്കിയാൽ മതി. നീഗനാണിപ്പം ആളുടെ കണ്ണാപ്പിയുടെ ലെഫ്റ്റ് ഹാൻഡാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ചോദിച്ചാൽ റൈറ്റ്. എടാ, അപ്പൊ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി എടുക്കുമ്പോ കുറച്ച് കാരണം എന്നെ മിസ്റ്റർ എക്സ് അറിഞ്ഞിട്ടില്ലെന്നുണ്ട്. മിസ്റ്റർ എക്സ് വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. മറ്റേ ബിസിനസ് ഏരിയയിൽ കിടന്ന് അടിയുണ്ടാക്കല്ലെന്ന് പറഞ്ഞു. അതിന് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലോലന്റെ നിങ്ങളടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ ഒരു അൺവാണ്ടഡ് സസ്പെൻഷൻ ആണ്. നിങ്ങൾ ഇത്രയും നാളായിട്ട് കളിക്കുന്നവരാ. അതായത്
ഇവിടുത്തെ നിയമപ്രകാരം ഗ്യാങ് ഹൗസിൽ പോയി അടിക്കരുതെന്നുള്ള കാര്യം ഇവിടുത്തെ എല്ലാ ഗ്യാങ് കളിക്കണ എല്ലാമാർക്കും അറിയാം. എന്നിട്ട് ഇത് ചെയ്തത്. പിന്നെ അത് കിടന്ന് ഒരുപാട് പറഞ്ഞ് ഇതാക്കണ്ടെന്ന് വിചാരിച്ചത് കുറച്ച് നാളത്തെ ഇനാക്ടിവേഷന് ശേഷം ബോബോയും മാമൻ അങ്ങനെ കുറച്ചുപേര് വന്ന് എടുത്ത് അവർക്ക് RP ഫ്ലോയിലോട്ടൊന്നും വരാൻ പറ്റാതെ പോയതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നതും ലൈക്ക് ഒന്നും പറയാതിരുന്നത്. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. ഇത്രയും നാള് നിങ്ങൾ ഗ്യാങ് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാ. ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി ഒരു ഗ്യാങ് സസ്പെൻഷൻ മേടിച്ച് ഇതുപോലത്തെ കോമൺ മിസ്റ്റേക്സ് കാണിച്ച് ഗ്യാങ് ഹൗസിലൊക്കെ പോയി അടിച്ച് ഷോ ഇറക്കുക അങ്ങനത്തെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആക്ഷൻസ് ഉണ്ടാവും. ഒരു സംശയമില്ല. ഡയറക്റ്റ് എടുത്ത് കളയേ ഉള്ളൂ. കാരണം ഇത് ഇത്ര വർഷമല്ലടാ നമ്മളെല്ലാരും കളിക്കാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യമല്ലേ. ഇതിനൊക്കെ ഇനി ബാൻ മേടിക്കാന്ന് പറഞ്ഞാൽ നാണക്കേടാ ശരിക്കും. അപ്പൊ അതെന്തായാലും ചെയ്യാൻ പാടില്ല നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഇതാ ഭയങ്കര അൺവാണ്ടഡ് കാര്യത്തിനാണ് നമ്മൾ സസ്പെൻഷൻ മേടിച്ച് 14 ദിവസം വെളിയിൽ ഇരുന്നത്. ഒരാവശ്യമില്ലാതെ തരുന്നത്. എല്ലാരെയും അത് ബാധിച്ചറിയാലോ. ലൈക്ക് എല്ലാരും നിങ്ങൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റാതെ കണ്ടമാരുടെ എല്ലാം വായിരിക്കുന്ന കേൾക്കേണ്ട വന്ന് 14 ദിവസം ഒരു സിറ്റുവേഷൻ പോലും എടുക്കാതെ ഇത് വന്ന് ആ ഒരു അവസ്ഥ ഇനി ഉണ്ടാക്കി വെക്കരുത് ദയവ്. അണ്ണ സംസാരിച്ചെന്നി എടാ അതുപോലെ നമ്മൾ ആക്റ്റീവ് ആവുന്ന ഇപ്പം ഞാൻ കുറച്ച് അതായത് ഞാൻ കൂടുതലും വരുന്നത് 7 to അല്ലെങ്കിൽ 8 to 12 അല്ലെങ്കിൽ 8 to 11 ആണ്. ആ സമയത്ത് ആളില്ല. അപ്പോൾ എനിക്ക് അത് വിഷയമല്ല, ഞാൻ കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത പ്ലേയേഴ്സ് 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഒരുമിച്ച് ഗ്യാദർ ചെയ്യുന്ന ഭയങ്കര കുറവാണ്. ഈ ബാൻഡേജിൽ അത് ഭയങ്കരമായിട്ട് ഒരുപാട് എടുത്ത് കണ്ടെന്നാണ് ലൈക്ക് ഒരുപാട് സമയം ആൾക്കാർ എങ്ങനെ മനസ്സിലായില്ലേ, നമ്മൾ ആൾക്കാർ കയറുന്നത് ഓരോരുത്തർക്ക് ഓരോ ടൈമിങ്സ് ആയി. ലൈക്ക് എന്താ പറഞ്ഞാൽ ഇപ്പം സിറ്റുവേഷൻ ഇല്ല ശരിയാണ്, പക്ഷെ എന്നാലും ആ ഒരു സിനർജി കുറച്ചുകൂടി നമ്മള് അത് രാത്രി നമ്മുടെ തത്സമയത്തിലൊക്കെ പക്ഷെ എല്ലാരും പറയും, എല്ലാരും മിക്കവാറും എല്ലാരും ലേറ്റ് നൈറ്റ് ഉണ്ടാവും. പക്ഷെ ഓരോരുത്തർക്ക് ഓരോ ടൈമിംഗ് ആണ് ശരിക്കും ഇപ്പം. എവിടെയുണ്ട് കേറാൻ പറ്റണ്ട അണ്ണ, എനിക്ക് റൊമാൻറ്റിക് ഫുണ്ടൊക്കെ വന്ന് അണ്ണ എനിക്ക് കേറാൻ പറ്റണ്ട അണ്ണ, എനിക്ക് കേറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സാബ്ഗുരുവിന്റെ വീട്ടിൽ അന്ന് വന്നില്ലേ? അന്ന് വന്ന 50 റൈറ്റ്. ചന്ദ്ര ഒന്ന് ശ്രദ്ധിക്കണേ ചന്ദ്ര. നമ്മൾ എത്ര മെമ്പർഷിപ്പാണ് നമുക്ക് കിട്ടിയെന്ന്. താങ്ക് യു സോ മച്ച് സബ്ഗുരു അഥവാ ഷമീം ബ്രോ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ. അപ്പൊ ആ കാര്യം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ടൈമിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്. അത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കപ്പിൾ പരിപാടികളൊക്കെ നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. പക്ഷെ ഗ്യാങ്ങിന് ഇനി തൊട്ട് നമ്മളിപ്പോ ഇത്ര ദിവസം ഗ്യാങ് ആക്ടിവിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ. ചന്ദ്രൻ ശ്രദ്ധിക്കണേ. ഗ്യാങ് ആക്ടിവിറ്റി ഇല്ലാത്തോണ്ട് പോയോണ്ട് കുഴപ്പമില്ല. ഇത് കഴിയും. ഇനിയിപ്പോ ഗ്യാങ് ആക്ടിവിറ്റി വരുമല്ലോ. നിങ്ങള് ഒരു പർട്ടിക്കുലർ ടൈം രാത്രി വരെ ഇവിടെ എന്തായാലും നമ്മള് ഗ്യാങ് സിറ്റുവേഷൻ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ പൊക്കോ. അതിലൊന്നും ഇടപെടാൻ നമ്മൾ വരൂല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. നിന്നെ കഴിച്ചുവിടാൻ എനിക്ക് ഇച്ചിരി ഇതുണ്ട്. സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് സിറ്റുവേഷനിൽ ഉണ്ടാവണം. അല്ല പണ്ടൊക്കെ എന്നെ മൊഴലി വരെ ഈ ഗ്യാങ്ങിലൊന്ന് പ്രേമിക്കാൻ ഒളിച്ചു നടന്ന് പ്രേമിക്കുമായിരുന്നു. ഇപ്പൊ നിനക്കൊക്കെ എന്റെ കൊമ്പുണ്ടോടാ? അതാണ് നമ്മളൊക്കെ പണ്ട് നിനക്ക് കൊമ്പുണ്ടോ? കൊമ്പ് നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ രണ്ടായിട്ട് നമ്മൾ പിടിച്ച് വലിച്ചു കീറിയിടും കേട്ടോ. ചന്ദ്ര ഒന്ന് കുറച്ച് അധികം ശ്രദ്ധിക്കണം ചന്ദ്ര. ചന്ദ്രന്റെ കാര്യം ഒരു ശ്രദ്ധ ഇല്ലാത്തോണ്ട് നിനക്ക് പറ്റൂലെങ്കിൽ ആ സീറ്റിൽ എനിക്ക് മാറി ഞാൻ വന്നിരിക്കാം. ഞാൻ കണ്ടറാ ഞാൻ എടാ അടുത്ത 7 to 11 എല്ലാരും ബേസിക് ആയിട്ട് ആക്റ്റീവ് ആയിരിക്കണം. ആ ടൈമില് വള്ളി അത് ഇതൊന്നല്ല, സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം. എന്തേലും ഇപ്പം ലൈക്ക് RP വൈസ് മാത്രമല്ല
എന്തേലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ മിക്ക സമയം അവൈലബിൾ ആവാറില്ല. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമല്ല ഞാൻ പറയണേ. ആ ഒരു ടൈം പീക്ക് ടൈമാണ്. ആ ഒരു സമയത്ത് എന്തായാലും 7 to 11 ആക്റ്റീവ് ആയിരിക്കണം എല്ലാവരും. ഓക്കെ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൈൻഡിങ് ടാർഗറ്റ് നമ്മൾ കുറച്ച് നാൾ കൊണ്ട് ഇല്ലായിരുന്നു. നമ്മൾ 1300 കോടിക്ക് ഒരു പമ്പൊക്കെ നമ്മൾ വാങ്ങിയായിരുന്നു. എല്ലാവരും മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ നികത്തണം. സോ അണ്ണാ കടക്കാര് വീടിന്റെ മുന്നിൽ വീട് ലോക്ക് ചെയ്തിട്ടേക്കുന്നോണ്ടാണ് അകത്തോട്ട് വരാത്തത്. മനസ്സിലായ? വീടിന്റെ മുമ്പിൽ നിൽക്കുക ഒരു 4-5 ദിവസമായിട്ട്. എനിക്കിനി കടം മേടിച്ച് പറ്റിച്ചു പോയ വാസു എന്നുള്ള പേരൊന്നും കേൾക്കാൻ പറ്റത്തില്ല. കോച്ച് നിങ്ങൾ ഏതോ 5-6 പെണ്ണുങ്ങളെ നിങ്ങൾ വിടുതാക്കിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞ 5-6 പെണ്ണല്ല 2 പെണ്ണ്. ഞാൻ പറഞ്ഞ 2 പെണ്ണെങ്കിൽ 2 പെണ്ണ്. ആ പൈസ എത്രയും പെട്ടെന്ന് വീട്ടിൽ കോച്ച് ഇല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ എന്ത് അഡ്ജസ്റ്റ്മെന്റ് റെഡി ആവേണ്ടി വരും. നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇതില്. പോയി വാങ്ങണോ? ഗ്രൈൻഡിങ് ടാർഗറ്റ് എന്തായാലും നാളെ സസ്പെൻഷൻ മാറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്രൈൻഡിങ് ടാർഗറ്റ് വെക്കും. ചന്ദ്രനോട് ഉണ്ടോ? ചന്ദ്ര ഗ്രൈൻഡിങ് ടാർഗറ്റ് ഇവിടുത്തെ അല്ല ഒന്ന് മന്ദരം ഒന്ന് വന്നേ. എന്താണ് ഉച്ചക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് എത്ര രൂപ കൊടുക്കണം? ഏറ്റവും കുറഞ്ഞത് 30 കോടിയെങ്കിലും വേണം. എത്ര ടൈമിൽ? ഒരു മാസം 1 മണിക്കൂർ കൊണ്ട് 1 കോടിയൊക്കെ ഉണ്ടാക്കണ്ട ഇവിടെ. 1 മണിക്കൂർ കൊണ്ട് 1 കോടി ഉണ്ടാക്കാമെങ്കിൽ 30 കുറവാണ്. ഒരു 50 കോടി കൊടുക്കാം. കേറാൻ പറ്റുന്നില്ല. അവൻ പലതും പറയുമ്പോൾ അവന്റെ ജോലിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാ ഫണ്ട് ഫണ്ട് വേണം. അത് ശരിയാ. ടോട്ടൽ 2 ആണ്. എല്ലാം മൊത്തത്തിൽ തരുന്നില്ല. ഒരു മാസം നിങ്ങൾ ഒരു 1.5-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തോ ഗ്രൈൻഡിങ്ങില്? ഓൾറെഡി എല്ലാവരുടെ പൈസകളൊക്കെ ഉണ്ടാവും. ഞാൻ പറയാം, ഒരു 1 മന്ത് ടൈം 50 CR. 50 കൊടുക്കണം. അല്ലല്ല 50 വേണം ചന്ദ്ര. വേറെ കുറച്ച് പ്ലാൻ ഉണ്ട്, അതുകൊണ്ടാണ് 50 വേണം. 50 സത്യം പറഞ്ഞാൽ കുറവാ. എനിക്ക് തോന്നുന്നു കുറവാ. 1 മണിക്കൂർ സ്പെൻഡ് നമ്മളെ കടം വീട്ടിയുടെ ബാക്കി പൈസ എന്തെങ്കിലും വേണ്ടേ? മള്ളി പറഞ്ഞതാണ് കറക്റ്റ്. ഞാനൊരു കാര്യം, ഒരു എമൗണ്ട് നമുക്ക് കടം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഗ്യാങ് എക്കണോമി എന്തായാലും വേണം. 50 കുറവാണെന്നാണ് എന്റെ അഭിപ്രായം. നമ്മളെ ബ്ലാക്ക് ഒരു 600 കോടി ചന്ദ്ര 30 ഭയങ്കര സിമ്പിൾ അല്ലേ 30 അപ്പൊ അണ്ണാ ഞാനേ നിങ്ങളുടെ കംഫർട്ടോടെ 30 കോടി ഞാൻ പറഞ്ഞത് ഒരു ദിവസം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം ചന്ദ്ര. അല്ലല്ല ഞാൻ പറഞ്ഞേ എടാ മെമ്പേഴ്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് നിങ്ങളുടെ അഭിപ്രായം പറയോ? നമുക്കൊരു മിനിമം ഒരു 50 കോടിയെങ്കിലും വേണം. കാരണം അത്രയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഒരു ആവറേജ് എത്ര പറ്റും? നിങ്ങൾക്ക് രീതിയിൽ എത്ര പറ്റുമെന്ന് പറ. എല്ലാവരുടെയും അഭിപ്രായം പറ. ഇന്ത്യയൊക്കെ പൊക്കലാരിപ്പ് കഴിഞ്ഞിട്ട് എത്ര സമയം എടുത്ത് ചെയ്യാൻ പറ്റും? കോച്ചിന്റെ കയ്യില് എടാ വില്ലു, അതല്ല നമ്മള് മൊത്തത്തിലുള്ള ഗാങ്ങിന്റെ കാര്യം ചോദിക്കണം. നീ അത് ഞാൻ 50 50 നമ്മളിപ്പോ പറഞ്ഞേക്കണേ. അതിൽ കൂടുതൽ ലൊക്കേഷൻ ഒന്ന് പറയൂ ഇതിന്റെ. ലൊക്കേഷൻ പറ. സാബ്ഗുരുന്റെ വീട് 50 റൈറ്റ്. അപ്പാപ്പന്റെ പേര് വരും AP പപ്പൻ എന്നായല്ലേ? AP പപ്പൻ. റേഡിയോ പാപ്പൻ. ഒരു കാര്യം പറയട്ടെ, മള്ളി 2 ദിവസം പുള്ളിയുടെ സ്റ്റോറിയൊക്കെ കണ്ടപ്പോ ഞാൻ തിരിച്ച് ചന്ദ്ര ഒരു 1.5 മണിക്കൂർ ഇരിക്കണം ഒരു ദിവസം. ഒരു 1.5 മണിക്കൂറാ? ഒരു സെക്കൻഡ് എടാ അതായത് നിങ്ങൾക്ക് എത്ര ആണെന്നാ നിങ്ങക്ക് തോന്നണേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഒരു ഇത് പറഞ്ഞേ? അന്ന് 50 കൊടുക്കാം. 50 എല്ലാരും 50 പറഞ്ഞു. അപ്പൊ 75 ഞാൻ ചന്ദ്ര ഇങ്ങോട്ട് വന്നു. അണ്ണാ ഈ ബാബു തെണ്ടി വരാത്തയാണ്, ബാക്കിയുള്ളവർ തുപ്പു. ഒരു കോടി 1 മണിക്കൂറിൽ ഉണ്ടാക്കാം. മനസ്സിലായ? 1 കോടി. അപ്പൊ ഞാൻ പറയണത് എല്ലാ ദിവസവും ഇവന്മാരെ
പെമ്പിള്ളാരുടെ കൂടെ കൊഞ്ചാൻ വേണ്ടിട്ട് എത്ര മണിക്കൂറാ കളയണമെന്നറിയോ? പക്ഷെ ഗ്രൈൻഡ് ചെയ്യുന്നിടത്തോട്ട് അവളെ കൊണ്ട് ഇരുത്തിയിട്ട് അവിടെ നിന്ന് സംസാരിക്കട്ടെന്ന്. ഐഡിയ ഐഡിയ. എടാ നിനക്ക് ഭാര്യയുണ്ട്, എനിക്ക് പെണ്ണു പോലും ഇല്ലാതെ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, ബാക്കി എല്ലാവർക്കും ഉണ്ട്. അണ്ണാ പെണ്ണിലത്തവർ കള്ളവടിയലുണ്ട് ഇവിടെ. അതാ പറഞ്ഞേ, എനിക്കതിനൊന്നും പോകാൻ താല്പര്യമില്ല. പിന്നെ ഇവിടെ കൊതു പിടിച്ചിട്ട് ഒരു അസുഖം വാസോന്റെ സൗണ്ട് കേട്ട് വരെ ക്രഷ് വന്ന ഒരു സിക്കിലുണ്ടോ ബാബു? സൗണ്ട് കേട്ടാ ക്രഷ് അതറിഞ്ഞൂടെ ബാബു? ഒന്നായി മലയാളിക്ക് ശരിക്കും പറയാം മലയാളിയുടെ ടേസ്റ്റിനെ പറ്റി ഒരാളെ കിട്ടാ നക്കാനാ കൊറേ ടേസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. എടാ ഈ ബാബുവിന്റെ സൗണ്ട് ഇതാവുന്നുണ്ടോ നിനക്ക്? ഇല്ല അണ്ണന്റെ പ്രശ്നം എന്താണ്? അപ്പൊ എന്റെ പ്രശ്നം ഉണ്ടോ? അപ്പൊ എന്റെ പ്രശ്നം എനിക്ക് വിട്ടുവിട്ടാ കേൾക്കുന്നത്. നമുക്ക് സെറ്റ് ചെയ്യാം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ അളിയ, ഇങ്ങോട്ടും ഇല്ല. എടാ എന്റെ അഭിപ്രായത്തിൽ 50 കുറവാ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമുക്കൊരു 60 CR പിടിക്കാം. 60 CR 30 ദിവസം. 60 CR 30 ദിവസമാണ്. പക്ഷെ ഷാർപ്പ് ആയിരിക്കണം. ഇതിന്റെ പണിഷ്മെന്റ് ഭയങ്കര നല്ല കട്ടിക്കുള്ള പണിഷ്മെന്റ് ആയിരിക്കണം. സ്ട്രിക്ട് പണിഷ്മെന്റ്. ഇപ്പൊ ഞാൻ അണ്ണാ വേറൊരു കാര്യം മാമനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് കണ്ടപ്പോ പറഞ്ഞ് 30 ദിവസമാണ് ഞാൻ പറഞ്ഞേക്കണം അവന്റെ അടുത്ത്. 30 ദിവസമല്ല, ഇനി ഒരു ലൈക്ക് 25 ദിവസം. 5 ദിവസം ഞാൻ സിറ്റി കണ്ടായിരുന്നു. ബാക്കി 25 ദിവസം ആക്കി കഴിഞ്ഞാൽ അവനെ സ്ലോട്ടിൽ ആക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവൻ കാര്യം പറയട്ടെ, നീ ഏത് സ്ലോട്ടിലോട്ട് ആക്കും? അണ്ണാ ഞാൻ ഉണ്ട് കേട്ടോ. ഞാൻ മാസത്തിൽ 8 ദിവസം ആക്റ്റീവ് ആണ്. 35 പേരായി. ഇനി ഏത് സ്ലോട്ടിലോട്ട് ആക്കും? അതാ എന്റെ ചോദ്യം. അതാ 35 പേരായാ? എടാ ഇത് ആയിട്ട് എത്ര ദിവസമായെന്നറിയോ? എടുത്താ നീ ഒന്ന് കൂട്ടി നോക്കിയടാ. 35 മെമ്പേഴ്സ് അല്ലതാ. എടുത്ത പയ്യനെയൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണം. ചെറിയൊരു ചായ കൊണ്ട് തോന്നുന്നു ഇപ്പൊ. ഞാൻ പറ്റേ നമുക്ക് ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ആള് ഇപ്പൊ ഈ കെവിനൊക്കെ സ്ലോട്ടിലുണ്ടാ? സ്ലോട്ടിൽ നിന്ന് നമുക്ക് മാറ്റാം നൈസായിട്ട്. ഇതാണ് പണിഷ്മെന്റ്. ഇത് കൊടുത്തിട്ട് അടുത്തവനെ ഇറക്കണം നമ്മള്. കെവിന് ഒരു ചെറിയ സർജറി ഉണ്ട്, അപ്പൊ അവൻ അതിന് പോയേക്കുവാ. ഓർത്തില്ല ഇപ്പഴ ഓർച്ച. അണ്ണാ അതല്ല ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ആരെങ്കിലൊക്കെ വരുവണ്ണാ. നമുക്ക് ഇവർക്ക് പേടി വേണ്ടേ? സക്കീർ മൈൽസ് അങ്ങനെ കുറച്ച് പേരുണ്ട്. മൈൽസ് തട്ടാ അപ്പാപ്പൻ ഒരു പേരും എല്ലാരും പറഞ്ഞില്ല. കാര്യം എന്താണെന്ന് അറിയാവോ? അപ്പാപ്പൻ ലൈവ് ഇട്ട് അപ്പാപ്പന്റെ ടൈമിങ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും പിള്ളേർക്ക്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇവിടെ നടക്കണേ. ടെററിനിൽ ഇത്രോളം കഠിനാധ്വാനം ഉണ്ട്. പിള്ളേർ കാര്യം മനസ്സിലാവുന്നുണ്ട്. അതല്ലേ കടന്നവര് കണ്ടാ മതി. 2 ദിവസത്തെ സ്റ്റോറി ഒക്കെ കണ്ടപ്പോ മറ്റേ മഴവില്ലിനാൽ ഇഴനീന്തിടും കൂട് എന്നൊക്കെ പറഞ്ഞ കേവിയുടെ ഇത് കണ്ടപ്പോ ഞാൻ ഓർത്തിങ്ങനെ തിരിച്ചുവരവില്ലെന്ന് കേട്ടോ. അപ്പൊ അങ്ങനെ സംസാരം നമ്മളെ കൂടെ വന്നിട്ട് എന്റെ കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ പോലും ഇട്ടില്ല. കാറിനോട് കൂടെ ഒരു ഫോട്ടോ ഇട്ടപ്പോ എനിക്ക് വിഷമമായി. ഇതില് 2 കാര്യങ്ങളുണ്ട് വാസുവിന്. ഞാൻ കാറിലൂടെ നിന്ന ഫോട്ടോ എടുത്തത് വേറൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ നിന്ന ഫോട്ടോ എന്താരും എടുക്കാൻ വാസുവിന് അങ്ങനെ ചിന്തിക്കാത്തെ? എന്നാലും അതെ എനിക്ക് എങ്കിൽ ഒന്നെന്തിനാ വാസുവിനെ നമുക്ക് 4 ഫോട്ടോ എടുക്കാം. അടുപ്പിച്ച് 4 ദിവസം ഇട്ടേക്കാം. അത് ശ്രദ്ധിച്ചേട്ടാ. ഞാൻ കാറിലോ ഇട്ടൊരു ഫോട്ടോ ഇട്ട് നമ്മള് മറ്റേ BGM പോലും ഇട്ടില്ല. ആൾക്കാര് റീമെൻഷൻ ചെയ്യുമ്പോ ഞാൻ അതേപോലെ നമ്മള് ഓണത്തിന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നേ. ഓണത്തിന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഓണത്തിന് ചന്ദ്ര എന്തൊക്കെ ഒരു മഴവിൽക്കാടി കാവടി കൂടിയ മാനത്തെ പൂ കാവൽ അതെങ്കിലും ഇടായിരുന്നു. ബാബു ഹസ്കി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ പുറത്തോരത്രേ? അത് ബാബുവിന്റെ അഭിനയം തുടങ്ങി പറഞ്ഞല്ലോ. അത് എന്റെ ഐഡിയ ആയി പോയി വാസുവിനെ. അതുകൊണ്ട് കളിക്കേണ്ടി വന്നു. ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്ത് 30 days ക്ലിയർ ആയിട്ട് നെറ്റിലൊരു കുഴപ്പമില്ല. നിന്റെ സത്യം നിങ്ങൾ പറയാൻ എനിക്ക് വിട്ടുവിട്ട് പോകുന്ന അതായത് ട്രക്ക് ജോബ് ചെയ്ത് ഇവിടെ പാസീവ് ഇൻകം കിട്ടും വാസുവിനെ. പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലെവൽ 36 ആയി കഴിഞ്ഞാൽ 36 ആവണ്ട 30 ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 3 ട്രക്ക് മീൻസ് ഡ്രൈവറെ വെച്ചിട്ട് വാങ്ങിയിടാൻ പറ്റും. അത് എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ഒരു 25-30 ലക്ഷം കൊണ്ടുതരും. അങ്ങനെ കണക്കൂട്ടിയാൽ പോലും ഈ 60 CR എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ആദ്യമേ ഈ 30 ലെവൽ എത്തണം കേട്ടോ.
അപ്പൊ 60 കൊടുത്തായി ലെവൽ എത്താൻ എത്ര ടൈം എടുക്കും? 30 ലെവൽ എത്താൻ ഒന്ന് ആദ്യം തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ഒരാഴ്ച പോലും വേണ്ട 30 ലെവൽ എത്താൻ. പിന്നെ അങ്ങോട്ട് പിന്നെ ഫുൾ പാസീവ് ഇൻകം ആണ്. ചുമ്മാ ഇവിടെ ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റും പറഞ്ഞിട്ട് അവന്മാർക്ക് ഇതുകൂടെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ 60 ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരുപാട് പ്രഷർ ആവാത്ത രീതിയിൽ എത്ര കൊടുക്കാൻ പറ്റും? ഒരുപാട് പ്രഷർ ആകാത്ത ദിവസം തന്നെ ഞാൻ പറയുന്നത് ഇവർക്ക് ആദ്യത്തെ ഗ്രൈൻഡിങ് ടാർഗറ്റ് പൈസ അല്ല പറയണ്ടേ, ട്രക്കിൽ ലെവൽ 30 ആക്കാൻ പറയണം. ലെവൽ 30 പൈസ വേണം. കൊറേ ഓപ്ഷൻ വരുന്നുണ്ട്. ട്രക്കിൽ ലെവൽ 30 ആക്കുമ്പോ തന്നെ ഒരു ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞാൽ, അതായത് ഞാനൊരു ശരാശരി ഒരു മനുഷ്യൻ ഇവിടെ ട്രക്ക് ഓടിച്ച ഒരു ദിവസം ട്രക്ക് ഓടിച്ച അവൻ 10 കോടി രൂപ ഉണ്ടാക്കും ഒരു ദിവസം. അല്ല പാപ്പ, ഞാൻ പറയണ നമുക്ക് കുറച്ച് കടമുണ്ട് കഴിഞ്ഞ ഓപ്ഷന്റെ, അതും വീട്ടണം. മനസ്സിലായോ? അതാ പ്രശ്നം. നമുക്ക് എത്ര വാസുവിന്റെ കടം പറ, ഫോൺ ചെയ്യോ? വാസുവൻ പറ, എത്ര പറ. 2000 കോടി എല്ലാം കൂടെ ഒരു 1000 കോടി മേളിലുണ്ട്. അപ്പൊ കണക്ക് പ്രകാരം ഇവന്മാരെ കൊണ്ട് നമ്മൾ ഒരാളുടെ 50 വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 10 പേർക്ക് 500 കോടി കറക്റ്റ് ഒരു മാസം കൊണ്ട് 1500 കോടി കൊടുക്കാം വാസുവിനെ. ഓ, ഇത് പറയാനായിരുന്നല്ലേ ഞാനോർത്ത് ഇപ്പൊ സ്പോൺ ചെയ്ത് എന്റെ മണ്ണിൽ കൂടെ പൈസ ഇടും. പുള്ളി എടുക്കുമ്പോ ഇങ്ങനെയൊന്നുമല്ലല്ലോ നമ്മളോട് പറഞ്ഞത്, ഇതിലും വലിയ ഉപകാരം ഉണ്ടെന്നല്ലേ പറഞ്ഞിരുന്നേ. പിന്നെ കുറെ ഉപകാരങ്ങൾ ഉണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു പറ്റിച്ചല്ലേ എന്നെ റിക്രൂട്ട് ചെയ്യിപ്പിച്ചത്. അതങ്ങനെയാണ്, നമ്മൾ പല വാഗ്ദാനങ്ങളും കൊടുക്കണം. മനസ്സിലായോ? എങ്കിലും നമുക്ക് കയറി പറ്റാൻ പറ്റും. ഏതാ നമ്മളും വാഗ്ദാനങ്ങൾ തരും ഇനി അങ്ങോട്ട്. പക്ഷേ പഴയതുപോലെ ചീത്തപ്പേരൊന്നും കേൾക്കുന്നില്ല കേട്ടാ, അധികം കിട്ടുന്നില്ല കേട്ടാ. അത്യാവശ്യം ചീത്തപ്പേരൊക്കെ കേൾക്കുന്നുണ്ട്. ഗോഗോക്ക് എന്തോരം കേട്ടിട്ടുണ്ട് പറയാമോ? ഗോഗോക്ക് എന്തോരം കേട്ടോ, അതൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ. അപ്പൊ കേട്ടിട്ടില്ല. അതെന്താ കാര്യം അറിയോ ചന്ദ്ര? കറക്റ്റ് നമ്മൾ ബാനൊക്കെ മേടിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പോവാറില്ല അങ്ങോട്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പൊ ഗോഗു ഒരു ദിവസം ചെയ്ത പരിപാടി ഞാൻ പറയട്ടെ എന്തിരുന്ന് അന്നത് കേക്കണേ. ഒരു ദിവസം ഞാനും ഗോഗും വേറെ ആരോ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ എന്തോ ഒരു പരിപാടിക്ക് മറ്റേ എന്തോ ഒരു കാര്യം ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടാ. അന്നേരം എടാ ടർഫല്ല, അല്ലെങ്കിൽ ഏതൊരു പയ്യൻ വന്ന് കൊണ പറഞ്ഞേ. അന്നേരം ഗോകുവിനടുത്ത് പറഞ്ഞ് പോടാൻ വരുന്ന ഗോകുവിനെ പറഞ്ഞേട്ടാ. എന്തെന്ന് പറയട്ടാ, നമ്മുടെ ഗ്യാങ് പ്രസിഡന്റ് സ്പോട്ടിൽ കിക്കൊന്നും ചെയ്തില്ല. അവൻ വണ്ടി എടുത്തോണ്ട് മറ്റേ പയ്യൻ തെളിവിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയി. അവന്റെ ബാക്കിൽ മറ്റേ പറന്നു പോയില്ലേ മറ്റേ അതെന്താ പറയണ ടോഗിൾ ചെയ്ത് പോയിട്ടേ അവിടെ നിന്ന് പോയിട്ട് അടിച്ചു വന്നിട്ട് കിക്ക് ചെയ്ത്. അവൻ വലിച്ചിട്ട് അവൻ നല്ല തെളിവിളിച്ചിട്ട് പോയി. തിരിച്ച് ഇങ്ങോട്ട് വലിച്ചിട്ട് വീണ്ടും വിളിക്കും. അണ്ണാ ഇത്ര ഡിസിപ്ലിൻ ആണ് അവന്മാര്. സത്യല്ലേ? സത്യം അവൻ അങ്ങനെ എടാ. അപ്പൊ ഞാൻ എന്നുവെച്ചാ ഇവിടുത്തെ ഒരു ട്രക്ക് ജോബിന്റെ കാര്യം അപ്പാപ്പൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് ആദ്യം നിങ്ങളൊന്ന് കേൾക്കാം, എന്നിട്ട് ഞാൻ ഗ്രൈൻഡിങ് ടാർഗറ്റ് പറയാം. അതായത് ഇവിടെ ട്രക്ക് ജോബ് ചെയ്ത് കഴിഞ്ഞാൽ 30 ലെവൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ട്രക്ക് വാങ്ങിയിടാൻ പറ്റും. 3 ട്രക്കും 3 വണ്ടി ഡ്രൈവറെ വാങ്ങിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞാൽ ട്രക്ക് 3 വട്ടം ഓടിക്കും, മീൻസ് ഡ്രൈവറെ ഓടിച്ചോളും. അതായത് എല്ലാ അരമണിക്കൂറിലും നിങ്ങൾക്കൊരു 15 തൊട്ട് 20 ലക്ഷം രൂപ വരെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങൾക്ക് സിറ്റി നിൽക്കാം, നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാം, ബിസിനസ്സുകൾ ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ ഈ ഡ്രൈവർ പോയിട്ട് നിങ്ങൾക്ക് പൈസ കൊണ്ടുതരും. എല്ലാ 1 മണിക്കൂറിലും നിങ്ങൾക്ക് അറൌണ്ട് 40 to 50 ലക്ഷം പാസീവ് ഇൻകം കിട്ടും. അതായത് ഒന്നും ചെയ്യാതെ സിറ്റി നിന്നാൽ മാത്രം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമേ ട്രക്കിന്റെ ലെവല് 30 ആക്കാൻ നോക്കാനേ ഞാൻ പറയത്തുള്ളൂ. റെഡി പറയടാ, റെഡി പറയോ. കഴിഞ്ഞിട്ട് സംസാരിക്കടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ റെഡി പറഞ്ഞോ. ഫസ്റ്റ് ട്രക്ക് വാങ്ങണമെങ്കിൽ ലെവൽ 10 ആവണം. രണ്ടാമത്തെ ട്രക്ക് ലെവൽ 20, മൂന്നാമത്തെ ട്രക്ക് ലെവൽ 30 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇൻകം ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ഈ ട്രക്ക് ഓടിക്കുന്ന സമയം ഓരോ ഈ പറയുന്ന 1 മണിക്കൂറിൽ നിങ്ങൾക്ക് അറൌണ്ട് 1 CR or 2 CR ഉണ്ടാക്കാൻ പറ്റും. ഇല്ലീഗൽ ഡെലിവറി ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഡിസ്റ്റൻസ്. ആക്ച്വലി നിങ്ങൾക്ക് ഫ്രൈറ്റ് ജോബ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറെ ഒക്കെ ട്രക്ക് ഓടിച്ച് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ലെവൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഒരാഴ്ച 30 ലെവലായ ഒരു കാര്യം ചെയ്യാം, ഞാനിതൊരു ചലഞ്ചായിട്ട് എടുക്കാം. ഞാനിത് ഒരാഴ്ചയിൽ ലെവൽ 30 ആക്കി കാണിച്ചാലോ?
ഒരു ദിവസം കണ്ടോണെങ്കിൽ തള്ളക്കെന്ന് വിളിച്ചോട്ടെ തമിഴില് തള്ളക്കെന്ന് വിളിച്ച്. അല്ല ഞാൻ ഒരാഴ്ച കൊണ്ട് ലെവൽ 30 ആക്കിയ നിങ്ങൾ എല്ലാരും ഗ്രൈൻഡ് ചെയ്യോ? ഞാനും വാസോണ്ടാക്കാം. ഞാനും ചന്ദ്രനോട് തത്സമയം ഇട്ട് ഒരാഴ്ച കൊണ്ട് ലെവൽ 30 ആക്കാം. എന്നാ നിങ്ങൾ എല്ലാരും ഇത് ചെയ്യോ? ലെവൽ 36 ഉള്ളു കേട്ടോ. ലെവൽ 30 വലിയ സീനില്ല നിങ്ങൾക്ക്. ഞാൻ പറയാം ഒരു ടൈം സ്പെൻഡ് ചെയ്താക്കാം. ഞാനൊരു കാര്യം പറയാം. അപ്പൊ ഇതൊരു കാര്യം. ഗ്രൈൻഡിങ് ടാർഗറ്റ് ഞാൻ പറയണത് 30 days 70 ചെയ്യാം. 70 കോടി 30 ദിവസം. ടൈം നാളെ തൊട്ട് ഗ്യാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ആവും. എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടാവോ ഇതിന്? അപ്പാപ്പ സ്റ്റാർട്ട് ആവും. അപ്പൊ ഇല്ല മിസ്റ്റർ എക്സിനെ കാണണമെന്ന് ഓക്കെ ഓക്കെ. നാളെ ഡേറ്റ് എത്ര? നാളെ ഡേറ്റ് എത്ര? 14. ഓക്കെ. അപ്പൊ ഡിസംബർ 14 70 കോടി വെച്ച് ഒരാൾ എനിക്ക് തരണം. ആ ഓക്കെ. അപ്പൊ അതിന്റെ അത് തരാത്തവർക്ക് എന്തെങ്കിലും റീസൺ ഉള്ളവർക്ക് ഇത് ഈച്ച് ആൻഡ് എവരി മെമ്പർ ഇത് ദയവ് ചെയ്ത് കടം മേടിച്ച് തരരുത്. നിങ്ങൾ ആരുടെ ഒന്നാ ഗ്യാങ്ങിന് നല്ല ഡെപ്റ്റ് ഉണ്ട്. സോ ഈ ഡെപ്റ്റ് നമുക്ക് തരണം. എല്ലാരും ഇത് എനിക്ക് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ട് തരണം. ആൻഡ് ഈച്ച് ആൻഡ് എവരി മെമ്പർ എനിക്കത് കാരണം നമുക്ക് ഈ ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റ് ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പ്രഷർ ആക്കാൻ വേണ്ടിയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഈ കടമൊക്കെ വീട്ടിയാലേ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വരുമ്പോ ആൾക്കാരുടെ അടുത്ത് അപ്രോച്ച് അല്ലാതെ കാര്യം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാങ് എക്കണോമി ഉണ്ടെങ്കിൽ ഇനിയുള്ള ഓപ്ഷൻസിലും കാര്യങ്ങളിലും ഇത്രയും എഫേർട്ട് ഒക്കെ എടുത്ത് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്ന സമയത്ത് എന്നുള്ളൊരു മൈൻഡ് തോടുകൂടെ എനിക്കുണ്ട്. സോ ഒരു ഇത് കുറച്ച് ഈ വട്ടം കറക്റ്റ് 30 days. ഇതിനകത്ത് വേറെ രീതിയിലത്തെ എക്സ്ക്യൂസ് എന്നോട് പറയരുത്. ഈ ഒത്തിരി നാൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തതാണ്. അപ്പൊ നിങ്ങളത് എത്രയും പെട്ടെന്ന് നന്നായിട്ട് ചെയ്ത് ഏൽപ്പിക്കാൻ നോക്കുക. ആൻഡ് എപ്പോഴത്തെയും പോലെ ബെസ്റ്റ് ഗ്രൈൻഡർക്ക് എന്റെയും ചന്ദ്രന്റെയും വക ഒരു സമ്മാനം ഉണ്ടാവും. വെളിയിലായിരിക്കും, അകത്തായിരിക്കത്തില്ല, വെളിയിലുണ്ടാവും. ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊണ്ടുവരുന്ന ആൾക്ക് അങ്ങനത്തെ ഒരു സാധനം ഒരു അത്യാവശ്യം വലിയ ഗിഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അകത്ത് ഇപ്പം കുറെ പ്രീമിയം എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം വേണമെങ്കിൽ നമുക്ക് പ്രീമിയം ഒരു സെക്കൻഡ്. Devesh bro, thank you so much for your membership. Thanks a lot bro, thanks a lot for the membership. Means a lot bro. ഗ്രൈൻഡിംഗിൽ കാൽക്കുലേറ്റ് ചെയ്ത് പറയരുത്. അതൊരു Thank you bro, thank you so much. ബേസിക് എത്തിക്സ് അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നുമല്ല. പ്രീമിയം എടുത്ത എമൗണ്ട് അതിനകത്ത് പറയരുത്. നിങ്ങൾ വാസവനെ പാവങ്ങളല്ലേ പറഞ്ഞോട്ടെ. മനസ്സിലായ അവര് പൈസ എങ്ങനെ കൊണ്ടുവരുന്നത് നമുക്കറിയണ്ടല്ലോ. പൈസ കൊണ്ടുവന്നാ മതിയല്ലേ. അങ്ങനല്ല ബാബ. അടുത്ത വട്ടം തൊട്ട് അമ്മാരത് ചെയ്തോട്ടെ. ഈ വട്ടം ഇവന്മാർ അറ്റ്ലീസ്റ്റ് ഒന്ന് പണി എടുക്കണം. ഒരു ഫ്ലോയിൽ വരെ. ഇവന്മാർക്ക് വിയർപ്പിന്റെ അസുഖമുണ്ട് എല്ലാവർക്കും. എടാ ഇത് രണ്ട് കാര്യം. ഇത് നമുക്ക് ഗ്യാങ്ങിന്റെ എക്കണോമി ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, നിങ്ങളെ സിറ്റിയിൽ കുറച്ചുകൂടി എല്ലാവരും എന്താ പറയുക ഒരുമിച്ച് ഗ്യാദർ ചെയ്ത് നിങ്ങളെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അതാണ് മെയിൻലി ഫോക്കസ്. അല്ലാതെ നിങ്ങളെ പട്ടി പോലെ പണിയെടുപ്പിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള അതല്ല നോക്കണം മെയിൻലി. അപ്പോൾ ഇതാണ് മെയിൻ കാര്യം കേട്ടാ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ് വെഹിക്കിൾ അതിന്റെ കാര്യങ്ങള് അമ്പത്തൂര് പറയും. അമ്പത്തൂര് വന്നിട്ട് വണ്ടിയുടെ കാര്യം പറഞ്ഞാടാ. എസ്റ്റിമേറ്റ് ഡേറ്റ് പറഞ്ഞ ഇല്ല. നീ പറഞ്ഞേ ഇത് പറഞ്ഞേ. വണ്ടിയുടെ പണി ഏകദേശം വണ്ടിയുടെ പണി കഴിഞ്ഞിട്ട് ഡെലിവറി പിന്നെ പ്ലേസ് ഉണ്ടല്ലോ നമ്മുടെ ഈ ലൊക്കേഷൻ കാര്യങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് വീഡിയോഗ്രാഫേഴ്സിന്റെ പണിയും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഉടനെ കാണും. എനിക്ക് എസ്റ്റിമേറ്റ് ഡേറ്റ് ഞാൻ നാളെ പറയാൻ പറ്റും. കാരണം വീഡിയോഗ്രാഫറിന്റെ
ടൈമും കൂടെ എനിക്ക് നോക്കണം. ബാബു കോലീഡർ തന്നെയാണല്ലോ ഗീസ്. ബാബുവിന് അല്ല വണ്ടി പണിഞ്ഞ് ടാഗ് ഇല്ലെന്നല്ലോ, അവൻ കോലീഡർ തന്നെയാ. കോലീഡർ അങ്ങനത്തെ സാധനം രണ്ട് വണ്ടിയുടെ ടാഗ് ഇല്ലെന്നല്ലോ. അവനങ്ങനെ താല്പര്യമില്ല ബാബുവിന്. സൈക്ലോൺ ബ്രോ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ബ്രദർ. ഇവൻ പറ്റീല. ഇവൻ എന്റെ Thank you so much, bro. 2 ആഴ്ചയായി പണി തീർത്തത്. വാസോണിന് എന്തായാലും അമ്പത്തൂര് കാണിച്ചിട്ടില്ല, കാരണം അത് നമ്മള് അത്രയും ഇതാക്കിയാണ് വെച്ചേക്കണം. പക്ഷെ ഞാൻ ചെറുതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, ഫുള്ളി ഞാൻ കണ്ടില്ല. പക്ഷെ എന്നെ കാണിച്ചിട്ടില്ല. പക്ഷെ അണ്ണാ ഇന്നാണടാ എനിക്ക് ജീവൻ വീണത് എന്നാ. അണ്ണാ ചെറിയൊരു ഹൈപ്പ് വരാണ്ട നമ്മുടെ നമുക്ക് ചെറിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞാ നമ്മള് ഗോഡ്സിലെയും നമ്മള് അതിന് മുന്നേ നമ്മൾ ഇതിറക്കിയില്ലേ, ഹൈനൊക്കെ ഇറക്കിയില്ലേ, അതേ ഒരു വേവ് ലെന്തിൽ തന്നെ നിക്കണ ഒരു കിടില വണ്ടിയാണ്. വേണമെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ പറയല്ലേ ഇച്ചിരി ക്രോസ് ബ്രീഡ് ആണോ അവരുടെ രണ്ടിന്റെ ക്രോസ് ബ്രീഡ് ആണോ? ക്രോസ് ബ്രീഡ് അല്ല, ഇത് എന്താ പറയാ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്യാങ് വണ്ടി രണ്ടും മനസ്സിലായ. ലൈക്ക് നോർമലി നമ്മള് ഫോർഡ് റാപ്റ്റർ അങ്ങനെയുള്ള ഞാൻ ഇപ്പോഴും പറയാം അമ്പത്തൂര്, എനിക്ക് കാണാൻ വലിയ ഭംഗിയില്ലേലും ഈ മലയിൽ കൂടെയും പറയിൽ കൂടെയൊക്കെ ഓടുന്ന ഒരു വണ്ടി മതി. അത് മാത്രം മതി. ഒരു പരിപാടി ഞാൻ നശിപ്പിച്ചിട്ടില്ല, ഇതിനെ ഏറ്റെടുത്തു. ആ പണി അവരല്ല ചെയ്ത്. അതെ, അത് ഞാൻ അല്ലെങ്കിൽ കേരളത്തെ മലയൊന്നും ഇവിടെ സ്വിച്ച് മാറ്റിയത് പാപ്പ. ഇല്ലില്ല, നമ്മള് ഷെൽബിയാണ് ഇപ്പൊ നിലയിൽ ഏറ്റവും നല്ല ഹാൻഡ്ലിംഗ്, അവന്റെ തന്നെ കൊടുക്കാനാണ് പ്ലാൻ വണ്ടി പണി ചെയ്യാൻ. ഞാനൊന്ന് അങ്ങോട്ട് എടാ ടൈം പറഞ്ഞില്ല. 2 വീക്ക് അല്ലേ? 2 വീക്ക് എസ്റ്റിമേറ്റ്. വേണമെങ്കിലേ നമുക്ക് ഈ ഗ്രൈൻഡിങ് എമൗണ്ടും വണ്ടിയുടെ ലോഞ്ചും എല്ലാം ഒരുമിച്ച് 2-3 ആഴ്ച. ഒരു 2 ആഴ്ച 2 വീക്കിനകത്ത് നമ്മള് വണ്ടി നമ്മളെല്ലാം സെറ്റാക്കുന്നതായിരിക്കും. അപ്പൊ കേവിയുടെ വണ്ടി ആരാ ഹാൻഡിൽ ചെയ്തത്? കേവിയുടെ വണ്ടി ഹാൻഡിൽ ചെയ്തത് ടോമി. അണ്ണാ നമ്മള് ഗ്യാങ് ഡ്രസ് മാറ്റുന്നുണ്ടാ? ഗ്യാങ് ഡ്രസ്സില് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ഗ്യാങ് ഡ്രസ്സിലും ഗ്യാങ് ഇതിലും അത് വെച്ചാൽ കളറ് സെയിം പാറ്റേൺ സെയിം ആയിരിക്കും, പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഡ്രസ്സിലൊരു ചേഞ്ച് ഉണ്ടാവും. ഗ്യാങ് ഡ്രസ് ഒക്കെ ഓൾറെഡി പെട്ടെന്ന് ഇതാക്കാന്നുള്ളൂ. ബാനറും എല്ലാം റെഡിയാണ് നമ്മുടെ. ഇത് മാത്രമേ ഉള്ളൂ, ഇനി വണ്ടിയുടെ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം റെഡിയാ. ഗ്യാങ് ഡ്രസ് ഞാൻ തന്നെ ഇത് കഴിഞ്ഞ ആഴ്ച തരാം. പുതിയ ലോഗോ അതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. മന്ദാരം ഹെൽത്ത് നമ്മുടെ അതിന്റെ ഒന്ന് പറയാവോ? മന്ദാരം ഇവിടെ ഇല്ല. മന്ദാരം ഉണ്ട് മന്ദാരം. മന്ദാരം ഉണ്ട്. അതാ പറഞ്ഞു. നിങ്ങൾ എത്തുമ്പോ സമയം എടുക്കും. ഹീലിങ്സ് മിസ്റ്റർ എക്സ് 10,000 ആദ്യം തരൂ, എന്നിട്ട് ഇപ്പൊ ഹീലിങ്സ് നമുക്ക് പുറത്തുനിന്നൊന്നും മേടിക്കാൻ പറ്റൂല. ഹീലിങ്സ് മിസ്റ്റർ എക്സ് തരത്തില്ല, അത് ഉണ്ടാക്കേണ്ട പോഷൻ തരും. അതുണ്ടെങ്കിൽ ഹീലിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇല്ല നമ്മള് ചെയ്തു, മൊത്തത്തിൽ ചെയ്തു. 17 ചെയ്തു. 10,000 എത്ര വെച്ചാ 5,000 വെച്ചാണോ? അതൊക്കെ ചെയ്ത് വിട്ടിലാണ്. അപ്പൊ ഇനി അടുത്ത ഹീലിങ്സ് എങ്ങനെയാണ്? ശരിക്കും എന്റെ അളിയാ, താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ അത് ഗൈസ്, അപ്പൊ ഒന്നുകൂടെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടെ പറയുക, നാളെ നമ്മുടെ സസ്പെൻഷൻ ലിഫ്റ്റ് ആവും. എനിക്കറിയാം പെൻഡിങ് ഒരുപാട് അടി കിടപ്പുണ്ടാവും. ഞാനിതൊന്ന് പറഞ്ഞോട്ടാ, എനിക്കറിയാം പെൻഡിങ് ഒരുപാട് അടി കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഈ പുറത്തിരുത്തിയില്ലേ നിങ്ങളെ, അത് നമ്മൾ പുറത്ത് വെളിയിൽ ഒരുപാട് സംസാരിച്ചിട്ടും അവന്മാർക്ക് നമുക്ക് ഗ്യാങ് സസ്പെൻഷൻ മേടിച്ച് തരണമെന്ന് അവന്മാരുടെ മൈൻഡിൽ അങ്ങനെ തന്നെയായിരുന്നു. അതിൽ യാതൊരുവിധ കോംപ്രമൈസും അവർ ചെയ്തില്ല. ഈ സാധനം ഇനിയുള്ള എല്ലാവന്മാരും ഇതേ ചെയ്യാൻ നോക്കുള്ളൂ. നിന്നെയൊക്കെ ട്രിഗർ ആക്കി അൺവാണ്ടഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ട് പുറത്തിരുത്താനേ നോക്കുള്ളൂ. ഇവന്മാർക്ക് അതാ സന്തോഷം. ആ സമയത്ത് ഇവിടെ മറ്റേ വിലസി നടക്കാനും മറ്റേ ഇതാക്കി നടക്കാനുമാണ് ഇവന്മാർക്ക് ഇഷ്ടം. നമ്മൾ എന്നിട്ട് എന്നാലും
സിറ്റിസൺ ആയിട്ടിരിക്കുമ്പോൾ വന്ന് മറ്റേ കുരച്ചിട്ട് പോകും. ഇതാണ് ഇവരുടെ പരിപാടി. ഇത് ഇനിയും ടാർഗറ്റ് ചെയ്യും, നിങ്ങളൊക്കെ ട്രിഗർ ചെയ്ത് ഇത് തന്നെ ചെയ്യിപ്പിക്കും. മനസ്സിലായ? ഇത് തന്നെ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് അൺവാണ്ടഡ് ആയിട്ട് ഈ സാധനത്തിൽ പോയി ട്രിഗർ ആയി നിങ്ങൾ മറ്റേ കണ്ണാപ്പിയൊക്കെ ചെയ്തത്, ഇപ്പൊ യുവമാരൊക്കെ ചെയ്തതുപോലെ ഗ്യാങ് ഹൗസിൽ പോയി വെടിവെക്കുക, ഇങ്ങനത്തെ സാധനം ദയവ് ചെയ്ത് ചെയ്യരുത്. നമുക്ക് ഇവിടെ കളിക്കണം, കളിച്ച് മറുപടി കൊടുക്കുക. തോറ്റാ തോറ്റ്, ജയിച്ച്. അതാ നമ്മൾ നേരത്തെ തൊട്ട് കളിച്ചോണ്ടിരുന്നത്. അങ്ങനെയാ, അത് ഇങ്ങനെ കളിച്ചാൽ മതി. മനസ്സിലായ? അതുകൊണ്ട് ദയവ് ചെയ്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എടുക്കരുത്. എടുക്കുന്നവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ആക്ഷൻ എടുത്തിരിക്കുക, അത് ഉറപ്പാണ്. കാരണം വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ്, ഇത്രയും നാൾ നമ്മൾ കളിച്ചോണ്ടിരിക്കുന്ന സാധനം വളരെ കോമൺ ആയിട്ട് ഇവിടെ ചെയ്യരുത് എന്ന് പറയണ സാധനം റിപ്പീറ്റഡ് ആയിട്ട് ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ എടുക്കും, ഒരു സംശയമില്ല. ദയവ് ചെയ്ത് പിന്നെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. നാളെ തൊട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഗ്യാങ്സ് ആയിട്ടുള്ള ഇപ്പൊ ഇതുവരെ പെൻഡിങ് അടിയുണ്ടോ എല്ലാവന്മാരെ പിടിച്ച് പൊട്ടിച്ചോ. ചന്ദ്രനോട് പറഞ്ഞു. ഒരു സെക്കൻഡ് എടാ, അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയാ, മറന്നു. ഓക്കെ, അതായത് നമ്മള് ഇപ്പം 2-3 ഗ്യാങ് ആയിട്ടൊരു മീറ്റിംഗ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്യാങ്ങിൻ്റെ അടുത്ത് അടി വയ്ക്കാൻ, തല്ലുണ്ടാക്കാൻ പറ്റത്തില്ല. ക്ലിയർ കട്ടായിട്ടുള്ള കാര്യമാണ്, തല്ലുണ്ടാക്കാൻ പറ്റത്തില്ല പറഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കിപ്പം ഞാൻ പറയാം, എനിക്കൊരു ചെറിയൊരു, അതായത് ബ്ലാക്ക് മാഫി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പിള്ളേരുണ്ട്. എനിക്ക് അവന്മാരുടെ അടുത്ത് പോലും നിങ്ങൾ ചിലപ്പോൾ റോങ് ആയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. സോ അതുകൊണ്ട് ഒരു മീറ്റിംഗ് വല്ലതൊക്കെ അറേഞ്ച് ചെയ്യും. എല്ലാവരും അത് വരണമെന്നേ ഞാൻ പറയത്തുള്ളൂ. സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലാക്കുക എല്ലാവരെയും, അതിനനുസരിച്ച് പോവുക സിറ്റിയിൽ. കാരണം നമുക്കറിയത്തില്ലായിരിക്കും, നമ്മളെ ഒരുപാട് കാര്യമായിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പുറത്ത് ഇരിക്കണേ. നമ്മൾ ചിലപ്പോൾ റോങ് ആകുമ്പോഴത്തേക്ക് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ ശത്രുക്കളെ സിറ്റിയിൽ നിന്ന് ഉണ്ടാക്കാൻ വയ്യ ഇനി. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യും, എല്ലാവരും വരണം അതിന്. അത് എപ്പോഴത്തേക്കെന്ന് പറയാം, ഒരു ഫ്രീ ആവുന്ന ടൈമിങ്സ് നോക്കിയിട്ടായിരിക്കും അത് വെക്കുന്നത്. ആ മീറ്റിങ്ങിന് എല്ലാവരും വരണം കേട്ടാ. വേറെന്തെങ്കിലും ഉണ്ടോ? പ്രതിഷ്ഠ നിൽക്കുന്ന അരമണിക്കൂറായിട്ട് അല്ലല്ല, ഞാൻ പറയാം, ഈ KVA TV സിറ്റുവേഷൻ ആയിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇനി ആൾക്കാരെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റുവേഷൻ എടുക്കുക. ഇപ്പൊ ഞാൻ പറയട്ടെ, എല്ലാരോടും പോയി നിങ്ങൾ KVA ആണോ എന്ന് ചോദിച്ചിട്ട് സിറ്റുവേഷൻ എടുക്കണം. ആ ഗതികളിലൊന്നും കളിക്കണ്ട. അത് അവിടെ ഉള്ളവർക്കും ഇല്ല. അത് TV ആണോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ ഉള്ളവർക്കും ഇല്ല. അത് മനസ്സിലായോ? പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ് ഡ്രസ്സിൽ കാണുന്ന സമയത്ത് ഒരു സംസാരം ആവുകയാണെങ്കിൽ അതങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുക. നമുക്ക് അതിന്റെ അപ്പുറത്തോട്ട് അത് വേഴ്സ് ആക്കാൻ നിൽക്കരുത്. അറിയാതാണെങ്കിൽ നമുക്ക് വെളിയിൽ സംസാരിക്കാം. മനസ്സിലായോ? അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ബാഡായി തുടങ്ങിയോണ്ടാണ് എത്ര നാൾ നിങ്ങളെ ഇങ്ങനെ പിടിച്ചു നിർത്തും, എത്ര നാൾ അവരെ പിടിച്ചു നിർത്തും. അതൊരു ഭയങ്കര ഷോക സിറ്റുവേഷനിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അത് എനിക്കും അപ്പാപ്പിനൊക്കെയാണ് അത് വെളിയിൽ കുറച്ച് ഞങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ അവന്മാരെ വെച്ചിട്ട് അപ്പാപ്പ ലോൺ എടുത്ത് ഒരു മീറ്റപ്പ് നടത്തിയത് പോലും ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ടാ. വെച്ച ആധാരം പുതുക്കി വെച്ച്, മനസ്സിലായോ? എടുത്തിട്ട് കൂടുതൽ എമൗണ്ടിന് പുതുക്കി പണയം വെച്ചിട്ടാണ് അവന്മാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കാര്യം മനസ്സിലായോ? അവർക്ക് മുതലായോ? എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് വാസുവിനെ, എല്ലാരും അത് മനസ്സിലാക്കിയാൽ മതി. അതെ, നമ്മുടെ മീറ്റപ്പ് നമുക്ക് മനസ്സിലാക്കിയ മീറ്റപ്പ് അതെ. കഴിഞ്ഞ ഓണപ്പരിപാടി എന്ന് പറഞ്ഞ ഒരു സാധനം നടത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2 മീറ്റപ്പ് നടത്തിയായിരുന്നു, മറ്റേ വാഗമണ്ണോ അതൊക്കെ. അതിന്റെ കടം വീട്ടുന്നേ ഉള്ളൂ. ഞാനതൊന്ന് ഓണപരിപാടിക്കാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഓണപ്പരിപാടി എന്തോ പരിപാടി കണ്ട ഞാൻ ഓണത്തിന് അടിക്കാൻ വേണ്ടി വീട്ടിലോട്ടൊരു മാജിക് മൊമെന്റ്സ് വാങ്ങി വെച്ച് അന്ന് രാവിലെ എണീറ്റ് പല്ലൊക്കെ, എന്നിട്ട് ഞാൻ ബാഗിന്റെ അടുത്ത് വെച്ചിട്ട് പോയതാ പല്ലൊക്കെ. തിരിച്ചു വരുമ്പോ കാണുന്നില്ല. അമ്പത്തൂര് അടിച്ചോണ്ട് പോയി കൊല്ലത്തോട്ട്. അല്ല, ഞാൻ വേറെ ചോദിച്ചിട്ടാ, ഇവിടെ അടിയും വഴക്കം ഉണ്ടാക്കിയവന്മാരെ ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ ഇവിടെ കണ്ടില്ല. ഇതാണ് പ്രശ്നം. ഞാൻ ഇല്ലാത്ത ദിവസം എല്ലാ അവന്മാർ ഇവിടെ ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും മീറ്റിങ്ങോ ഇത് വെക്കുമ്പോ ഇവന്മാർ ഇവിടെ കാണൂല. കണ്ണാപ്പി ഇല്ല, ബോബോ ഇല്ല, മാമനില്ല. രാത്രി വരും. എടാ അങ്ങനല്ല, ഞാൻ പറയട്ടെ, ഇൻഡിവിജ്വൽ ഇതിന് മാത്രം വന്നാ പോരാടാ. ഗ്യാങ് മീറ്റിങ്ങിനൊക്കെ വരണം. അതുകൂടെ ഉണ്ട്. ഈ ഞാൻ ഇല്ലാത്ത ദിവസം മാത്രം സിറ്റിയിൽ വന്നിട്ട് ഞാൻ ഇവിടെ ആക്റ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ഇപ്പോഴും ക്ലിയർ ആയിട്ട് പറയാ.
ഇവിടെ ആൾക്കാർ നമ്മൾ ഒരു ഗ്യാങ് മീറ്റിംഗ് വെക്കുന്ന സമയത്ത് ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരുടെ അടുത്തൊക്കെ കുറച്ചുകൂടെ ഇത് ഗ്യാങ് മീറ്റിംഗും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറയണേ ചന്ദ്ര. സത്യം അതുകൊണ്ടല്ലേ ഞാൻ വാസവനുള്ളപ്പോ അണ്ണ എന്റെ നീക്കം കണ്ട ഡബ്ല്യു മൈൻഡ് സെറ്റ് ആണ് ഇപ്പൊ അവന് ഇത് ഫ്രണ്ട് നിൽക്കുന്നുണ്ടാ നോക്ക് എന്തിനും ഐശ്വര്യം അവനെ കാണാൻ. എടാ അല്ല അവൻ ആക്റ്റീവ് ആയില്ലേ നിന്നെ കൂടെ കളയാൻ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് നിന്റെ ഉത്തരവാദിത്തമാണ് അവനെ കൊണ്ട് പമ്പിലെ കാര്യം നോക്കണവനാണ് ഇപ്പൊ. പമ്പിലെ ടിവി ഫ്യൂൽസ് എന്നുള്ള സാധനം വെക്കാൻ പറ്റുമോ നമുക്ക്? അത് പൈസ കൊടുത്ത അപ്പാപ്പൻ കാശിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് അപ്പാപ്പ പ്ലാൻ എങ്ങനെയാ അത്? കാശ് നമ്മള് 3 മന്ത് ചുമ്മാടാ AFK എന്ന് പറഞ്ഞ അപ്പാപ്പ പോണ് കാശില്ല എത്ര 3 മാസത്തേക്ക് അല്ല അത് ഇപ്പൊ നോർമലി അത് ഇതാക്കി നമ്മള് മറ്റേ ഇതിലുള്ളതാ പ്രീമിയം അത് ആഡ് ചെയ്തിട്ടുണ്ടത്. അല്ല അപ്പാപ്പ മറ്റേ ഇതിലേ അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അല്ല വാസ്തവ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ അടുത്ത് നമ്മള് ബോർഡ് വെച്ചാ എല്ലാവർക്കും ബോർഡ് വെക്കണം. നമ്മള് വണ്ടിയുടെ മുകളിൽ തീ വിടണ്ട എല്ലാവർക്കും തീ വിടണം. എല്ലാവർക്കും ഇപ്പൊ വലിയ പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്തിട്ടാ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട ഒരു ട്രിപ്പിൾ എന്റെ ഡൊണേറ്റർ കിടക്കെ മറ്റേ ഫ്യൂവലിന്റെ പമ്പിന്റെ കൂടെ ഒരു ബോർഡ് ആ അതന്നെ ഞാൻ മീറ്റപ്പിന്റെ പൈസ ടാലിയാക്കാനാണ് കേട്ടാ. ഞാനത് അയച്ചു അപ്പൊ കാണാത്ത അറ്റവും കൂട്ടി മുട്ടിക്കട്ടെ ബാബു. ഈ അറ്റം കൂട്ടി മുട്ടിക്കുന്നത് ആൾക്കാരെ ഒമ്പിച്ചിട്ടല്ല അതുപോലെ നിങ്ങൾക്കൊരു ഫ്യൂവൽ എന്ന് പറഞ്ഞൊരു ബോർഡ് കിട്ടില്ലേ? കിട്ടാൻ നമ്മൾ ഇത്രയൊക്കെ സംസാരിക്കേണ്ടി വന്നില്ലേ? അതാ ഞങ്ങക്ക് വിഷമം. എന്തായാലും കാര്യങ്ങൾ കിട്ടുമല്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ മീറ്റിംഗ് ഇത്രയൊക്കെ ഉള്ളൂ. നാളെ തൊട്ട് എല്ലാരും ഗ്യാങ് ആക്ടിവിറ്റി കാര്യങ്ങളിലൊക്കെ എല്ലാരും ആക്റ്റീവായിട്ട് ഉണ്ടാകുക. ആൻഡ് ഗ്യാങ് ടാർഗറ്റ് മറക്കരുത്. വിചാരിക്കില്ലെങ്കിലേ ഈ റേഡിയോയുടെ ലിസ്റ്റ് നീക്കി വെക്കാൻ പറ്റുമോ? ചുമ്മാ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതി റേഡിയോ ഓപ്പൺ ചെയ്തിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ സജഷൻ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. വേറെ ഒന്നും ഇല്ല. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം. ഒരു ഇനിയിപ്പോ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ പകല് കളിക്കുന്നവരുണ്ട്, രാത്രിയിൽ വൈകുന്നേരം ഒരു 7 to 11 ഒരു 7 to 12 മാക്സിമം അവൈലബിൾ ആവാൻ പറ്റുന്നവരൊക്കെ അവൈലബിൾ ആവാം. കൂടുതൽ വേറെ ഒന്നും ഇല്ല. ചന്ദ്ര വേറെ എന്തെങ്കിലും പറയണ്ടോ? വാസൻ ഓക്കെ ആയിട്ട് വരും. പിന്നെ ഞാൻ കുറച്ച് ഗ്യാങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് ഇന്നാക്റ്റീവ് ആയിരുന്നു. ഞാനത് നേരെ ആയിക്കോളാം. ഉടനെ സൂൺ സെറ്റ് ആക്കുന്നതായിരിക്കും. ടൈമിങ്സ് എടുക്കുന്ന കേസ് വണ്ടി വന്നിട്ട് എടുത്താൽ മതി. ഞാൻ പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ റാപ്റ്റർ അത്ര പോരാ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. അല്ല അത് നോക്കണ്ട വണ്ടി വരാൻ ഇനി 2 ആഴ്ച. ഈ 2 ആഴ്ച സിറ്റുവേഷൻ എടുക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. കുറെ പെൻഡിങ് ഉണ്ട്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അടിക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അടിച്ചു കളിച്ചു. അല്ലാതെ മറ്റേ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ഈ വണ്ടി വന്നിട്ട് എല്ലാം വന്നിട്ട് മുഹൂർത്തത്തിലെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ഞാൻ പറഞ്ഞോട്ടെ. 2 വർഷമായിട്ട് ടർഫ് കളിക്കുന്നു. 2-3 വർഷമായി മര്യാദക്ക് ഒരു ടർഫ് കളിച്ചിട്ട്. മനസ്സിലായ എനിക്ക് ഈ സാധനങ്ങളെല്ലാം റെഡി ആയിട്ട് നമ്മൾ കളിക്കാൻ നിന്ന മുമ്പത്തേ ഉള്ളൂ. ജയിക്കുമെന്ന് ഉറപ്പുണ്ടെ അടിക്കുക, അത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ വേറെ മാറ്റി വെക്കാൻ വയ്യ. നമ്മള് റോബോട്ട് ഒന്നല്ല കളിക്കുന്ന കളിയെല്ലാം ജയിക്കാൻ വേണ്ടിട്ട് കളിച്ചാതി. അതിപ്പോ ജയിക്കണം തോൽക്കണമെന്ന് നോക്കണ്ട. ഞാൻ വിളിച്ചു പറഞ്ഞല്ല ടർഫ് കളി ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ടർഫ് കളിക്കുക അല്ലെങ്കിൽ ഇത് കളിക്കുക എന്നുള്ളൊരു സംഭവം ഇപ്പൊ ആ ഒരു ഫ്ലോ പോലെ ആണ്ടിൽ ഒരിക്കലും ഞങ്ങൾ എത്ര വർഷത്തിന് ശേഷമാണ് ഒരു ടർഫ് കളിച്ചെന്നറിയോ ഈ ഇടയ്ക്ക്? പഴയ ഹൈനെ ഇറക്കട്ടെ. നീ ആര് അഡ്മിനാ? ഇതാരാ രണ്ടുപേര് വരുന്നേ? ബ്ലാക്ക് മാഫിയ അതെങ്ങനെ അപ്പൊ മനസ്സിലാക്കി? അത് അവരുടെ ബ്ലാക്ക് മാഫിയ ആണെങ്കിൽ അവർ ഇങ്ങോട്ട് വരത്തില്ല ചന്ദ്ര. അതിന്റെ ഇടയ്ക്ക് വരത്തില്ല. കോമൺ സെൻസ് പോലെ മനസ്സിലായി. പിള്ളേരല്ലെന്ന് അത് കോമൺ സെൻസ് അല്ലേ. ഇപ്പൊ ടിവിയിലെ പിള്ളേരെ ഓടി നമ്മുടെ വരത്തില്ല. അതേപോലെ ബ്ലാക്ക് മാഫിയിലെ പിള്ളേർ ചന്ദ്രൻ എടുക്കാം അല്ലേ? പിന്നെ അവര് വരാൻ തിരിച്ചറിഞ്ഞ് ഓടിട്ടുണ്ടെങ്കിൽ കാരണം ഉണ്ടാവും. മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്. എല്ലാരും സിറ്റിയിലൊക്കെ ഉണ്ടാവണം. നാളെ തൊട്ട് നമുക്ക് തുടങ്ങാം. എടാ ലോലൻ എപ്പോ വരും?
ലോലന്റെ റീസെന്റ് വള്ളി ഞാൻ ഇരുന്ന് കണ്ടായിരുന്നു. എനിക്ക് അവനൊന്ന് കണ്ടിട്ട് സംസാരിക്കണമായിരുന്നു. അവനോട് ഞാൻ ഓൾറെഡി ഇക്കാര്യം സംസാരിച്ചതാണ് എല്ലായിടത്തും ലോലിന്റെ അടുത്തൂടെ ഇപ്പൊ ഒരു കാർ പോയി കഴിഞ്ഞാൽ കാറിന്റെ മനസ്സിലായോ? അതാ പ്രശ്നം അവന്റെ പ്രശ്നങ്ങൾ അതൊക്കെയാണ്. ഹെലികോപ്റ്റർ എന്തിനാണ് ചിറക് വെച്ചിരിക്കുന്നത് പറഞ്ഞ അടിച്ചിടും. പ്രശ്നം ഇതൊക്കെ ആരെ കണ്ട വാസുവിനെ അവൻ പഠിച്ചേ അല്ലേ? ഇതൊക്കെ ആരെ കണ്ടാ പഠിച്ചത്? ഇങ്ങനത്തെ വള്ളിയൊക്കെ അതാണ് മാതിരി വള്ളി. അണ്ണാ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ മുച്ചിരി എന്ന് പറയുന്നവൻ എന്തെങ്കിലും ബാൻ എന്തെങ്കിലും ഉണ്ടാ? അവൻ എന്തെങ്കിലും അണ്ണ ആ കൊച്ചുണ്ണ എന്തിയാ മുച്ചുറി? ഇല്ല അവനെ കണ്ടിട്ട് ഞാൻ അവനെ റീസെന്റ് ആയിട്ട് 1 മാസമായിട്ട് കാണുന്നില്ലേ? പരീക്ഷ അല്ലേ ചന്ദ്ര? മോഡൽ എക്സാം പരീക്ഷ സമയമല്ലേ ഇപ്പൊ? പരീക്ഷ അതുകൊണ്ടാ. പിന്നെ പരീക്ഷ ഇവിടെ സാവേജ് പ്ലസ് ടു അല്ലേ? പ്ലസ് 1 നീ അവന്റെ അച്ഛനെ പോലെ അച്ഛന്റെ രാത്രി അവനെ ഞാൻ കണ്ടിട്ടില്ല. റിക്രൂട്ട്മെന്റിന് ശേഷം അവനെ ഞാൻ ഒരു ദിവസം എന്താണ് കണ്ടത്. എന്നിട്ട് കമന്ററി പറഞ്ഞിട്ട് പോയി. 2 മണിക്ക് വരുവുണ്ടാവും. ഡെയിലി നൈറ്റ് വരും. രാത്രി 1 മണിക്ക്. അപ്പൊ അത്ര ഉള്ളടാ. അപ്പൊ കഴിഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞു. നിങ്ങള് കുറെ നേരം വെയിലത്ത് നിൽക്കുമല്ലേ?